ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടെ കാണുന്ന ഒരു പ്രത്യേക ആത്മീയ സാന്നിധ്യമുണ്ട്. വഴിയോര കുരിശുകൾ. പ്രകൃതിയുടെ നിശബ്ദതയിൽ, പച്ചപ്പിനിടയിൽ, മലനിരകളുടെയും വയലുകളുടെയും അരികിൽ നിശബ്ദമായി നിൽക്കുന്ന ഈ കുരിശുകൾ ഒരു സാധാരണ മതചിഹ്നം മാത്രമല്ല. അവ വിശ്വാസത്തിന്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷികളാണ്. ഇത്തരത്തിലുള്ള ഒരനുഭവം അടുത്തിടെ സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്ന ഒരു മലയാളി കുടുംബത്തിന്റെ ജീവിതത്തിലൂടെ വീണ്ടും ശ്രദ്ധേയമായി മാറി. അവർ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് അവരുടെ ഇടവക പള്ളിയിലേക്ക് ഒരു ശാന്തമായ നടത്തത്തിനിടെ വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശുകൾ കണ്ടപ്പോൾ അതൊരു സാധാരണ കാഴ്ചയായിരുന്നില്ല. യാത്രയുടെ ഇടയിൽ ഒരു നിമിഷം നിൽക്കാനും ദൈവത്തെ ഓർക്കാനും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനും ക്ഷണിക്കുന്ന ഒരു നിശബ്ദ സാന്നിധ്യമായി അവർ അനുഭവിച്ചു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആ കുരിശുകൾ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അടയാളമായി അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തുടരുന്നു. ഇത്തരം വഴിയോര കുരിശുകൾക്ക് യൂറോപ്പിലെ വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നഗരങ്ങളിലും ഈ കുരിശുകളുടെ ആത്മീയ സാന്നിധ്യം കൂടുതൽ ഗാഢമാകുന്നു. ആ ദിനങ്ങളിൽ വിശ്വാസികൾ ഒരുമിച്ചുകൂടി കുരിശിന്റെ വഴി നടത്തുന്നത് സാധാരണമായ ഒരു കാഴ്ചയാണ്. നഗരത്തിന്റെ തിരക്കിനിടയിലും ആളുകൾ ഒരു ആത്മീയ യാത്രയായി കുരിശിന്റെ പാത പിന്തുടരുമ്പോൾ അത് ഒരു ദൃശ്യമായ പ്രാർത്ഥനയായി മാറുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴായിരിക്കുന്നത് ഇങ്ങനൊരു വഴിയോര കുരിശുകൾ ഉള്ള ഒരു സ്ഥലത്താണ്. ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ അതുപോലെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കിതുപോലെ വഴിയോരത്ത് നമ്മുടെ നാട്ടിലെ കുരിശു പള്ളികൾ പോലെ ഇവിടെ വഴിയോരത്ത് ഇങ്ങനെ കുരിശുകൾ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരു ആ ഭാഗത്ത് ഒരു വില്ലേജ് ഭാഗത്തൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അവിടെയൊക്കെ കൂടുതൽ ആളുകൾക്ക് ദൈവാനുഗ്രഹം, ആളുകൾക്ക് നടന്നു പോകുമ്പോൾ ഇവിടെ നമുക്ക് ബെഞ്ചിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ വന്നിരിക്കുക, ഒരു മിനിറ്റ് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ഒരു ദൈവാനുഭവം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ നോമ്പിൻ്റെയൊക്കെ സമയത്ത് പലപ്പോഴും ഇവിടെയൊക്കെ നടക്കുമ്പോൾ, ഇപ്പം ഞാൻ ആയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ്, ഇവിടെയൊക്കെ ആയിരിക്കും ആളുകൾ അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നല്ല വെതറൊക്കെ ആണെങ്കിൽ. അപ്പം പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ രാജ്യങ്ങളിലൊക്കെ ഈ വഴിയോര കുരിശുകൾ നമ്മുടെ നാട്ടിലെ കുരിശുപള്ളികൾ പോലെ കാണും. അതൊരു നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ പലപ്പോഴും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുരിശുകളൊക്കെ നമുക്കും കാണുവാൻ സാധിക്കും. വഴിയോര കുരിശുകൾ, ഇങ്ങനെ ബെഞ്ച്, അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുവാനുള്ള ഒരു അവസരങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ചെറിയൊരു ഫൗണ്ടൻ വെച്ചിട്ടുണ്ട്. വെള്ളം വരുന്നില്ല. ഇവിടെ ഇത് ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഈ കുരിശ്. അപ്പം ആളുകൾക്ക് ആ ദൈവാനുഭവം ഫീൽ ചെയ്യാനുള്ള ഒരു അവസരവും കൂടെയാണ് ഇങ്ങനെയുള്ള വഴിയോര കുരിശുകൾ. ഇന്നത്തെ യൂറോപ്പിൽ വിശ്വാസം കുറയുന്നുവെന്ന വാദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഈ കുരിശുകളുടെ സമീപത്ത് ആളുകൾ ഇന്നുമെത്തി ശാന്തമായിരുന്ന് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാണാം. അവിടെ ഒരു നിശബ്ദതയുണ്ട്. എന്നാൽ ആ നിശബ്ദതയിൽ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാം. ഈ അനുഭവം പങ്കുവെച്ച മലയാളി കുടുംബം പറയുന്നത് യൂറോപ്പിലെ ഈ വഴിയോര കുരിശുകൾ നമ്മെ നമ്മുടെ നാട്ടിലെ കുരിശുപള്ളിയെയും വഴിയോര വിശ്വാസ ചിഹ്നങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുവെന്നതാണ്. സംസ്കാരങ്ങൾ വ്യത്യസ്തമായാലും ദൈവത്തെ തേടുന്ന മനുഷ്യഹൃദയം ഒരുപോലെയാണെന്ന സത്യത്തെ ഈ കുരിശുകൾ നിശബ്ദമായി നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വഴിയോര കുരിശുകൾ ഒരു മതചിഹ്നം മാത്രമല്ല, അത് വിശ്വാസത്തിന്റെ അടയാളവും ശാന്തിയുടെ ഇടവും ദൈവസാന്നിധ്യത്തിന്റെ ഒരു നിശബ്ദ ഓർമ്മപ്പെടുത്തലുമാണ്. ചേർച്ച് ഡെസ്ക്, ഷിക്കേന ന്യൂസ്.